ഹായ് ഫ്രണ്ട്സ്, സെൻട്രം വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇതേ കണ്ടോ, നമ്മളുടെ പയറ് കൃഷിയുടെ രണ്ടാമത്തേതാണ് ഇത്. ആദ്യത്തേത് നമ്മളിപ്പോഴും വിളവെടുത്തുകൊണ്ടിരിക്കുന്നു. അർക്കമംഗലായിരുന്നു നമ്മൾ ആദ്യം കൃഷി ചെയ്തത്. ഇത് വേറൊരു ഇനമാണ്. ഇതിന്റെ പേര് ലാലിമ എന്നാണ്. ഇത് കണ്ടോ, പർപ്പിൾ കളർ പയറാണ്. ഇത് പൂക്കളായി കായ്കളായി തുടങ്ങി. ഇപ്പൊ 2-3 കായ്കൾ ആദ്യമായിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് വരെയായി. അപ്പൊ ഈ സമയത്ത് പയറിന്റെ ഇങ്ങനെയുള്ള ഒരു ഘട്ടങ്ങളിൽ പയറ് പന്തലിലോട്ട് കയറി അവിടെ ചെറുതായിട്ട് വള്ളി വീശാൻ തുടങ്ങിയ സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ ചെടിയെ കൂടുതൽ നാൾ നിലനിർത്തുകയും ചെയ്യാൻ ധാരാളം വിളവെടുക്കാനും പറ്റും. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം അതുപോലെ നമുക്ക് ഈ വിത്തുകളുടെ എല്ലാം സെയിലുണ്ട്. 300-ലധികം വെറൈറ്റി ആയിട്ടുള്ള വിത്തുകൾ നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. ഈ പയർ വിത്തുകൾ തന്നെയാണെങ്കിൽ ഒരു 25-ലധികം വെറൈറ്റി പയർ വിത്തുകളും ലഭ്യമാണ്. നമ്മളുടെ വാട്സാപ്പ് നമ്പർ ഇതിന്റെ കൂടെ കൊടുക്കാം. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് ഓർഡർ എടുക്കാവുന്നതാണ്. അപ്പൊ ഇത് കണ്ടോ, നമ്മളുടെ പയറെല്ലാം പന്തലിലോട്ട് കയറിയിട്ടുണ്ട്. അന്നേരം നമ്മൾ ഇതിൽ കൂടുതൽ വിളവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സൂര്യപ്രകാശം ഇതിൽ തട്ടുകയും വായു സഞ്ചാരം ഉണ്ടാകുകയും ചെയ്യണം. അതായത് ഈ ഇല തിങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിളവ് കുറയും. അതിന് വേണ്ടിയിട്ട് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് തന്നെയല്ല, ഇന്ന് ഞങ്ങൾ പയറില കൊണ്ട് തോരൻ വെക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പയറില നുള്ളി തോരൻ വെക്കാം. അപ്പൊ എന്താ, കൂടുതൽ പന്തലിച്ച് നിൽക്കുന്നത് അവിടെ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യാം. നമുക്കത് തോരനായിട്ട് എടുക്കുകയും ചെയ്യാം. അതിന് നമ്മൾ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. നമ്മൾ അതിൻ്റെ കൂടെ ഒരു ചട്ടിയിലാണ്, പ്ലാസ്റ്റിക് ചട്ടിയിലാണ് പയർ നട്ടിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് കൂടുതലും കരിയിലയാണ് നമ്മൾ നിറച്ചു വെച്ചിട്ടുള്ളത്. ഇതിന്റെ 1/4 ഭാഗത്തോളം കരിയില ഞെക്കി തിങ്ങി നിറച്ചു വെച്ചതിന് ശേഷം മുകളിൽ നമ്മൾ പൊട്ടി മിക്സ് കൊടുത്തത് പുളിപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണ്, അതായത് വളരെ കുറച്ച് മാത്രം പുളിപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണ് എടുത്തിട്ട് അതിനകത്ത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നട്ടു. ഇതിന്റെ ഓരോ ഘട്ട വളർച്ചയ്ക്കും 15 ദിവസം കൂടുമ്പം വളവും മണ്ണും കൂടെ ആഡ് ചെയ്ത് അപ്പോഴത്തേന് താഴെയുള്ള കരിയിൽ അങ്ങ് ഇരുത്തി താഴോട്ട് പോവുകയും പിന്നെ വളങ്ങൾ കൂട്ടി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം ചെടിക്ക് ആവശ്യത്തിനുള്ള വളങ്ങൾ കിട്ടുകയും ചെയ്യും. നമുക്ക് പോട്ടി മിക്സ് ഒക്കെ ആണെങ്കിലും ഈസി ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇതിപ്പോ ടെറസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ വെയിറ്റ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പൊ ഇതിന്റെ ചോട്ടീനെ കണ്ടോ, നിറച്ച ഇലകൾ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് 2 രീതിയിൽ നുള്ളി മാറ്റാം. ഒന്ന്, ഈ ഒരൊറ്റ ഇലയെ ഇവിടെ നിർത്തിക്കൊണ്ട് ഈ 2 ഇലയെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കും. അങ്ങനെ ഈ ചെടിയിൽ ഞാൻ അങ്ങനെ കാണിച്ചു തരാമേ. ഇങ്ങനെ ഇത് പന്തലിൽ കയറുന്നിടം വരെ നമുക്ക് ഈ രീതിയിൽ ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ചെയ്യുമ്പം ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ തണ്ടിലേക്ക് സൂര്യപ്രകാശം ലഭിക്കും. കിളുന്നിലയാണ്, ആദ്യമേ വരുന്ന കിളുന്നില നമുക്ക് തോരൻ വെക്കാനും നല്ല ടേസ്റ്റാണ്. തണ്ടിലോട്ട് സൂര്യപ്രകാശം അടിക്കുകയും ചെയ്യും, ധാരാളം വായു സർക്കുലേഷൻ നടക്കുകയും ചെയ്യും, ധാരാളം വിളവും ലഭിക്കും. ഇത് ഒന്നാമത്തെ രീതിയാണ്. നമ്മളത് ആദ്യം ഈ 2 സൈഡിലത്തേത് കട്ട് ചെയ്തിട്ട് ഈ ഒരെണ്ണം നിർത്തി. ചില ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഈ ഒരെണ്ണവും ഈ നടുക്കത്തേതും കട്ട് ചെയ്തിട്ട് ഈ ഒരെണ്ണം നിർത്തും. അപ്പൊ എങ്ങനായാലും ഒരില നിർത്തിയാൽ മതി. കൂടുതൽ വായു സഞ്ചാരം ലഭിക്കുക, സൂര്യപ്രകാശം ലഭിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. പിന്നെ അടുത്തൊരു രീതിയുണ്ട്. ഇപ്പൊ നമ്മൾ ഏറ്റവും താഴെ നിന്ന് ഇങ്ങനെ 3 എണ്ണമായിട്ടുള്ളത് അങ്ങ് കട്ട് ചെയ്തു. ഇതിന്റെ 3 ഇലയും നമ്മൾ നുള്ളിയെടുത്തു. പിന്നെ ഒന്നാമത്തേതും രണ്ടാമത്തേതും അവിടെ നിർത്തും. പിന്നെ അടുത്ത 3-ാമത്തെ ഇലയുടേത് 3 എണ്ണവും നമ്മൾ ഇതുപോലെ നുള്ളിയെടുക്കും. പിന്നെ അതുപോലെ സ്റ്റെപ്പായിട്ട് അങ്ങനെ ചെയ്യുമ്പോഴും തണ്ടിന് ആവശ്യത്തിനുള്ള സൂര്യപ്രകാശവും വായുസഞ്ചാരവും ലഭിക്കും. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം ഇതാണ്, കൂടുതൽ വിളവ് ലഭിക്കും. നമുക്കിത് തോരന് ഉപയോഗിക്കാം. ഒന്നും നഷ്ടപ്പെടുത്തേണ്ട, ജൈവ രീതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ഭക്ഷിക്കാനായിട്ട് പറ്റും. നമുക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ള ഒരു കെട്ട് പയറില നമ്മൾ നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ പയറ് ചെടിയെ നമ്മൾ ഇലയെല്ലാം കട്ട് ചെയ്ത് ഫ്രീ ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ഇലകൾക്ക് വേണ്ടുന്ന വളങ്ങളും കൂടെ ചെടി വലിച്ചെടുക്കുമ്പോഴത്തേനും, ഇങ്ങനെ ഇല കട്ട് ചെയ്യുമ്പോഴത്തേനും അത് കൂടുതലും പൂക്കുന്നതിന് കായ്ക്കുന്നതിനും വേണ്ടിയിട്ട് ആ വളം മാറ്റപ്പെടുന്നു. അങ്ങനെയും നമുക്കൊരു പ്രയോജനമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് നമുക്ക് ഡെയിലി വേണ്ടുന്നുള്ള പച്ചക്കറികൾ നമുക്ക് ലഭിക്കും. അപ്പൊ ഇത് ലാലിമ എന്നാണ് ഈ പയറിന്റെ പേര്. കണ്ടോ, പർപ്പിൾ കളറായിട്ടുള്ള ലാലിമ പയറാണിത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.